വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഗോപുരം, നടപ്പുര എന്നിവയുടെ സമർപ്പണം ജനുവരി 8 നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മച്ചാട് തിരുവാണിക്കാവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാവ് സമ്പ്രദായത്തിൽ രൂപീകരിച്ച ഒരു അമ്പലമാണ് മച്ചാട് തിരുവാണിക്കാവ്. ക്രമേണ അതൊരു ക്ഷേത്ര സമ്പ്രദായത്തിലേക്ക് മാറുകയായിരുന്നു. ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗോപുരം നിർമ്മിക്കുന്നത്. ഗോപുരത്തിൽ പണ്ട് ഇവിടെ ഒരു നടപ്പുരയുണ്ടായിരുന്നു. ആ നടപ്പുര ഇപ്പോൾ വലുതാക്കി ഈ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണമാണ് ജനുവരി 8 ബുധനാഴ്ച നടക്കുന്നത്. അങ്ങനെ കാവിൽ നിന്ന് ക്ഷേത്രമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഗോപുരം നിർമ്മിക്കാനൊക്കെയുള്ള തീരുമാനമുണ്ടായിരുന്നത്. കാലത്ത് ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷം ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണം നടത്തുന്നത്. കാലത്ത് ഗോപുരം തുറന്നു വന്ന് നടപ്പുരയിൽ വെച്ചിരിക്കുന്ന ഭദ്രദീപത്തിൽ ദീപം തെളിയിച്ച് അതോടുകൂടിയാണ് ഇതിൻ്റെ താന്ത്രിക സമർപ്പണം നടക്കുന്നത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പ്രധാന വാദ്യമാണ് കൊമ്പുപറ്റ്. ആ കൊമ്പുപറ്റ് അരങ്ങേറും. അതിനുശേഷം കാലത്തെ അഷ്ടപതി, അതിനുശേഷം ഇവിടുത്തെ അമ്മമാരുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമമുണ്ട്. ഇതാണ് ഇവിടുത്തെ കാലത്തെ ചടങ്ങുകൾ. വൈകുന്നേരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പുരയുടെയും ഗോപുരത്തിൻ്റെയും സമർപ്പണ സദസ്സ് നടക്കുന്നത്. താന്ത്രിക സമർപ്പണമെല്ലാം കാലത്ത് ഉച്ചപൂജയ്ക്ക് മുമ്പേ എല്ലാ താന്ത്രിക സമർപ്പണ ചടങ്ങുകളും നടക്കും. 8 രാവിലെ ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി ഗോപുരത്തിന്റെയും നടപ്പുരയുടെയും താന്ത്രിക സമർപ്പണം നിർവഹിക്കും. വൈകിട്ട് 6 ഗോപുര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിക്കും. 3ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനോദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ മുഖ്യാതിഥിയായിരിക്കും. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ശില്പികളെ ആദരിക്കും. ഈ സമിതി രൂപീകൃതമായതിനു ശേഷം വളരെ പ്രശസ്തമായ ഈ ക്ഷേത്രം അതിനൊത്തുള്ള ഒരു ഭൗതിക സാഹചര്യം ഇവിടെ നിലവിലില്ല എന്ന് കണ്ട് ഭക്തരുടെയും മറ്റ് പുറമേ നിന്ന് വരുന്ന ആളുകളുടെയും ഒക്കെ ആഗ്രഹപ്രകാരം നിലവിലുള്ള നടപ്പുര പൊളിച്ച് വലിയ ഒരു നടപ്പുര പണിയാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്കും പ്രൗഢിക്കും അനുയോജ്യമായ ഒരു ഗോപുരവും ഉണ്ടാക്കാൻ ഈ സമിതി തീരുമാനിക്കുകയുണ്ടായത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ മാസം 10 ചേർന്ന യോഗത്തിൽ ഇതിൻ്റെ തീരുമാനമെടുക്കുകയും 2023 സെപ്റ്റംബർ 15 ഇതിന് ആദ്യമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ സുദർശൻ അവർകൾ തറക്കല്ലിടുകയും വളരെ ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് ഇന്ന് കാണുന്ന ഈ നടപ്പുരയും ഗോപുരവും ഭഗവതിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം ഈ രീതിയിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ നടപ്പുരയുടെ സമർപ്പണം 2025 ജനുവരി മാസം 8 നടക്കുകയാണ്. അതിൽ സമർപ്പണം ചെയ്യുന്നത് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി അവർകൾ രാവിലെ ഗോപുരവാതിൽ തുറന്ന് ക്ഷേത്ര നടപ്പുരയിൽ വന്ന് ഭദ്രദീപം കൊളുത്തി മറ്റ് ക്ഷേത്ര ചടങ്ങുകളോടുകൂടി അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്താനാണ് ക്ഷേത്രോപദേശക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ സമർപ്പണത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു സമർപ്പണ ചടങ്ങ്
വൈകിട്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത ചടങ്ങ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർകൾ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ MP-യും MLA-യും മറ്റ് ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും തട്ടകദേശത്തിൻ്റെയും ഊഴദേശക്കാരുടെയും മാമാങ്കം പ്രസിഡന്റുമാരും എല്ലാ കമ്മിറ്റികളും പങ്കെടുക്കുന്ന ഒരു അതിവിപുലമായൊരു ചടങ്ങ് അന്ന് വൈകുന്നേരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ ചടങ്ങിന് ശേഷം നടപ്പുരയിൽ ആദ്യമായി ഒരു നടപ്പുര പഞ്ചവാദ്യവും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ നടപ്പുര സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രോപകരണ സമിതി ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.